നമ്മൾ ആൽമരത്തെ കാണുന്നുണ്ട്. സ്വയം അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ അടയാളമായിട്ട് ആകാശത്തിൽ യാത്ര ചെയ്യുന്ന മരമായിട്ടാണ് ആൽമരത്തെ നമ്മൾ കാണുന്നത്. 1930 ജൂലൈ 2 ജനിച്ച് 2005 മാർച്ച് 30 മരിച്ച OV വിജയൻ എന്ന് പറഞ്ഞ എക്കാലത്തെയും മലയാള സാഹിത്യം കണ്ട ഏറ്റവും മനോഹരമായ വരികളിൽ കൂടെ നമ്മുടെ ജീവിത സത്യങ്ങളെ ഉണർത്തിച്ച ആ മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് എപ്പോഴും. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആർക്ക് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നത്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഈ പ്രൊസീജിയർ സഡേഷൻ നടക്കുന്നതിന് നമുക്കുണ്ടാകേണ്ടുന്ന ഡോക്യുമെൻറ്റേഷൻസ് വ്യക്തമായി വിരചിതമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഒരു പ്രൊസീജിയർ സഡേഷനെ കുറിച്ച് വ്യക്തത നമുക്കുണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച്, അങ്ങനെ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്, അത് എവിടെ വെച്ചാണ് ഇത് നടത്തേണ്ടത്. നമ്മളിപ്പോൾ ഒരു MRIക്ക് ഒരു ബേബിയെ കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞ് ആൾവേസ് അവിടെ വളരെ നിശ്ചലമായി കിടന്നു തരണമെന്നില്ല. കാരണം അതിന് തനതായ ഒരു പ്രകൃതിയുണ്ട് എപ്പോഴും ആക്റ്റീവായിരിക്കുക എന്നത്. അതിൽ നിന്ന് ആ കുഞ്ഞിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിശ്ചലമായി കിടത്തുന്നതിന് നമ്മളൊരു സഡേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോൾ എവിടെ വെച്ച് കൊടുക്കണം എന്നത് തുടങ്ങി നമുക്കതിൻ്റെ ഒരു പ്രീ പ്രൊസീജിയർ അസസ്മെൻറ്റ് ചെയ്ത്, മീൻസ് അവർക്കത് ഹാംഫുൾ ആകുമോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് വേണം അത്തരത്തിൽ മൂവ് ചെയ്യാനെന്നും, ആഫ്റ്റർ പ്രൊസീജിയർ എങ്ങനെയാണ് ഇവരെ ഒബ്സർവ് ചെയ്യേണ്ടതെന്നും എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നതിനെക്കുറിച്ചും നമുക്ക് ധാരണയുണ്ടാവണം. അത് യാന്ത്രികമാകരുത്, വിരചിതമായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. സോ അങ്ങനെ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ സെഡേഷൻ അഡ്മിനിസ്ട്രേഷൻ നമുക്കുണ്ടാവണം. അത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു കംപ്ലീറ്റ് എവിടെയായാലും, നമ്മുടെ 1ാമത്തെ നിലയിലായാലും 5ാമത്തെ നിലയിലായാലും എമർജൻസി മെഡിസിൻ ആണെങ്കിലും എവിടെയാണെങ്കിലും അതിനൊരു സ്ഥിരതയുള്ള നിയതമായ പ്രവൃത്തി എഴുതപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ ഈ ഒരു COP 12 ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇത് മൊത്തം കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെയാണ് പറയുക: പ്രൊസീജിയർ സെഡേഷൻ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ എ കൺസിസ്റ്റൻറ്റ് മാനർ. നമുക്കതിനകത്ത് അങ്ങനെ എഴുതപ്പെട്ട ഡോക്യുമെൻ്റ് ഇല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടവും സൗകര്യവും സംവിധാനങ്ങളും മാറിക്കൊണ്ടേയിരിക്കാനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് കൃത്യമായും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അപകട പ്രതിസന്ധി ഉണ്ടാകാതെ നമ്മുടെ രോഗികളായി എത്തുന്നവരെ സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മളെ സഹായിക്കും. COP 12A വ്യക്തമായി പറയുന്നു, നമ്മുടെ പ്രൊസീജിയർ സെഡേഷന് കൃത്യമായ എഴുതപ്പെട്ട കൺസിസ്റ്റൻ്റ് മാനറിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയറാണ് ഉണ്ടാവേണ്ടത്.